സ്കൂളുകൾ തുറക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. പ്രവേശനോത്സവം അല്പസമയത്തിനകം നടക്കും. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. അവിടെ വിദ്യാഭ്യാസ മന്ത്രി എത്തിയിട്ടുണ്ട്. എൻ ഷംസുദ്ദീൻ, അദ്ദേഹമാണ് പ്രവേശനോത്സവത്തിൽ അധ്യക്ഷനാകുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. പട്ടം സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത്തവണത്തെ പ്രവേശനോത്സവം അതിന് തുടക്കമാവുകയാണ്. അത് ഉദ്ഘാടനം നടക്കുന്ന ഇടത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി മേഘന മുരളിയുണ്ട്. മേഘന, എപ്പോഴാണ് ഈ പരിപാടി? 9:30 എന്നത് നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം എത്തിയോ? വിദ്യാഭ്യാസ മന്ത്രി എത്തിക്കഴിഞ്ഞു. ഒപ്പം മറ്റു മന്ത്രിമാർ ഒക്കെ എത്തിയോ? അനുജ, മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു ക്ലാസ് മുറിയിൽ എത്തി കുട്ടികളെ നേരിട്ട് സന്ദർശിക്കുകയാണ്. കുഞ്ഞു മക്കളാണ്, ഒന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെയാണ് നേരിട്ട് മന്ത്രി ഇവിടെ എത്തി കാണുന്നത്. പലരും കരയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ മിഠായികളൊക്കെ കൊടുത്തുകൊണ്ടാണ് മന്ത്രി ഇവരെ സ്വാഗതം ചെയ്യുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ മോഡൽ സ്കൂളിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ CP ജോൺ, അതുപോലെ തന്നെ കെ മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേരും. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്യും. അതിനു മുന്നേ തന്നെ പ്രവേശനോത്സവത്തിനുമായി ബന്ധപ്പെട്ട പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും ഇവിടെ നടക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മന്ത്രി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓമനിച്ച്, അതുപോലെ തന്നെ പലരും സങ്കടത്തോടെ വേനലവധിയൊക്കെ കഴിഞ്ഞ് ഈ വിദ്യാലയത്തിലേക്ക് എത്തിയ കുഞ്ഞുങ്ങളാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ഒന്ന് സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് മന്ത്രി. അതിനുശേഷമായിരിക്കും ഈ വേദിയിലേക്ക്, ഇവിടെ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തവണ ഉണ്ടാവുക? അതുപോലെ ഈ പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഉത്സവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു പൊതുവിദ്യാലയത്തിലെ പ്രവേശനോത്സവം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വലിയ ഉത്സവമാണ്. ആ ഉത്സവം മനോഹരമായി തന്നെ കൊണ്ടാടാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ മധുരമടക്കം വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കായി വിതരണം ചെയ്യുകയാണ്. അതിനുശേഷം ഈ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രത്യേക ഓഡിറ്റോറിയത്തിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടികൾ ഉണ്ടാവുക. പല കുട്ടികളുടെയും മുഖത്ത് സന്തോഷമുണ്ട്. പക്ഷേ പലർക്കും അച്ഛനെ കാണണം, അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മധുരം വായിൽ വെച്ച് നൽകുകയാണ് മന്ത്രി. അതിൽ ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളവും ആദ്യാനുഭവം, അത് ഈ പ്രവേശനോത്സവത്തിലൂടെ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വം വഹിക്കാൻ, അതുപോലെ ഈ വകുപ്പിന്റെ ഒരു ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യം കൂടി ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കുറെ കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയായി മധുരമൊക്കെ കഴിച്ച് ലഡുവൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് ചിലർ അവർ മടിക്കുന്നു. കാരണം ഈ 2 മാസത്തെ വേനലവധിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ചെറിയൊരു മടിയും മുഷിപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറുമെന്നുള്ളത് തന്നെയാണ് ടീച്ചർമാരൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകൾ, പരിപാടികൾ ആരംഭിക്കും. ഇപ്പോൾ മന്ത്രി ഇവിടെ ആദ്യത്തെ ക്ലാസ് റൂമിലാണ് കയറിയിട്ടുള്ളത്. ഇനിയും കുറച്ചധികം കുട്ടികൾ, എല്ലാ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളൊക്കെ പല ക്ലാസുകളിലായി ഉണ്ട്. അവർ ഈ ഉദ്ഘാടന പരിപാടിയുടെ ഫ്രണ്ട് സ്റ്റേജിൽ ഇരിക്കുന്നില്ല. കാരണം അവർ പലരും ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ അവരെ ക്ലാസ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ മന്ത്രി നേരിട്ടെത്തി സന്തോഷം പങ്കുവയ്ക്കുകയും ആ പ്രവേശനോത്സവത്തിന്റെ ഒരു സ്പിരിറ്റ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.